ഹായ് എവരി വൺ മൈൻസ്റ്റാക്ക് ട്യൂട്ടോറിയൽ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തോടെ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യാണ്. ഇന്ന് നമ്മൾ മൊഡ്യൂൾസ് എന്ന് പറഞ്ഞ ലാസ്റ്റ് സെക്ഷനാണ് പഠിക്കുന്നത്. ഈവൻ ജാവാസ്ക്രിപ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്താലും അതിൻ്റെ അകത്ത് ഒരുപാട് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളുണ്ട്, പുതിയ പുതിയ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, അതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റിയാക്ട് ജേസ് ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പേ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മളിപ്പോൾ പിന്നീട് റിയാക്ട് ജേസ് ആണെങ്കിലും നോട്ട് ജേസ് ആണെങ്കിലും പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ യൂസ് വരുന്ന ഒരു കാര്യമാണ് മൊഡ്യൂൾസ്. നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് മൊഡ്യൂൾസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫംഗ്ഷൻസിനെ ഫുൾ ഓരോ മൊഡ്യൂളാക്കിയിട്ട് ചെറിയ ചെറിയ ജാവാസ്ക്രിപ്റ്റ് ഫയലായിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരൊറ്റ ഫയലിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫയലിൽ തന്നെ ഒരു 20,000-30,000 ലൈൻസ് ഓഫ് കോഡ് ഉണ്ടാവും. അപ്പോൾ നമുക്കത് എന്തെങ്കിലും എറേഴ്സ് വന്നു കഴിഞ്ഞാൽ ഡീബഗ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വളരെ പാടാണ്. അപ്പോൾ നമ്മൾ ഏത് പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്തായിരുന്നാലും ഫ്രണ്ട് എൻഡ് ആയിരുന്നാലും ബാക്ക് എൻഡ് ആയിരുന്നാലും ചെറിയ ചെറിയ ജാവാസ്ക്രിപ്റ്റ് ഫയലായിട്ട് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഇതിനാണ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫയലിനെ നമുക്ക് എന്ത് ചെയ്യാം, മറ്റ് ഫയലിൽ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ ഫയലിനെ ഇങ്ങോട്ടേക്ക് വിളിക്കേണ്ടി വരും. അവിടെയാണ് മൊഡ്യൂൾസ് യൂസ് ചെയ്യുന്നത്. രണ്ട് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട്: ഇമ്പോർട്ട്, എക്സ്പോർട്ട്. ആദ്യം നമ്മൾ എക്സ്പോർട്ട് ഒരു ഫംഗ്ഷനെ ഒരു ഫയലിൻ്റെ ഉള്ളിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്താൽ മാത്രമേ ആ ഒരു ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാം, മറ്റേ സ്ഥലത്ത് രണ്ടാമത്തൊരു ഫയലിൻ്റെ ഉള്ളിൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് മെയിനായിട്ടുള്ള കൺസെപ്റ്റ്. ഇനി രണ്ട് രീതിയിൽ നമുക്ക് ഇമ്പോർട്ടും എക്സ്പോർട്ടൊക്കെ ചെയ്യാം, മൊഡ്യൂൾസ് യൂസ് ചെയ്യാം. ഒന്ന് കോമൺ ജേസ് ആണ്, രണ്ടാമത് ECMA സ്ക്രിപ്റ്റ് മൊഡ്യൂൾസ് ആണ്. ഈ കോമൺ ജേസ് ആയിരുന്നു ഡിഫോൾട്ട് ആയിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ട് നോട്ട് ജേസിൽ ഡിഫോൾട്ടായിട്ട് യൂസ് ചെയ്യുന്നത് ഈ കോമൺ ജേസ് എന്ന് പറഞ്ഞ മൊഡ്യൂൾ സ്ട്രക്ചറാണ്. ECMA സ്ക്രിപ്റ്റ് ആക്ച്വലി വന്നത് ES6 അത് എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബ്രൗസർ ഫ്രെയിം വർക്ക്സ് ഉണ്ട്. Vue.js, റിയാക്ട്, ആംഗുലർ എന്നൊക്കെ പറഞ്ഞ് കുറേ ഫ്രെയിം വർക്ക്സ് ഉണ്ട്. അപ്പോൾ ഈ ബ്രൗസർ ഫ്രെയിം വർക്ക്സിനൊക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ECMA സ്ക്രിപ്റ്റ് മൊഡ്യൂൾസ് വന്നത്. അപ്പോൾ നമുക്ക് പൊതുവേ ഇത് ഫ്രണ്ട് ആൻഡ് ഫ്രെയിം വർക്ക്സിലാണ് ECMA സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഈവൻ ബാക്ക് ആൻഡ് ഫ്രെയിം വർക്ക്സിൽ നമുക്ക് യൂസ് ചെയ്യാം. നോട്ട് ജേസിൽ കുറച്ച് കോൺഫിഗറേഷൻസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ECMA സ്ക്രിപ്റ്റ് അവിടെ യൂസ് ചെയ്യാം. പക്ഷേ ഡിഫോൾട്ടായിട്ട് കോമൺ ജേസ് ആണ് നോട്ട് ജേസ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ കോമൺ ജേസ് ECMA സ്ക്രിപ്റ്റ് മൊഡ്യൂൾസും എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത് ഏതാണ്, നോട്ട് ജേസിൻ്റെ എഞ്ചിനാണ്. സോ ഇത് ഡിഫോൾട്ടായിട്ട് കോമൺ ജേസ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം, എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം നമുക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ എഴുതാം. ഫംഗ്ഷൻ ഡിസ്പ്ലേ നെയിം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതി. എന്നിട്ട് ഞാൻ നെയിം എന്ന് പറഞ്ഞൊരു ആർഗ്യുമെൻ്റ് എടുത്തു. എന്നിട്ട് ഞാൻ നേരെ കൺസോൾ ചെയ്യാണ്. മൈ നെയിം ഈസ് നെയിം എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ഇതെങ്ങനെ എക്സ്പോർട്ട് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊഡ്യൂൾ ഡോട്ട് എക്സ്പോർട്ട്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഏത് പേരിലാണോ നമുക്ക് ഇതിനെ ഈ ഡിസ്പ്ലേ നെയിം എന്ന് പറയുന്ന ഫംഗ്ഷനെ എക്സ്പോർട്ട് ചെയ്യേണ്ടത് ആ നെയിം അവിടെ കൊടുക്കാം, എക്സ്പോർട്ട്സ് ഡോട്ട് എന്ന് പറഞ്ഞ്. എന്നിട്ട് നമുക്ക് ആക്ച്വലായിട്ടുള്ള ഇവിടെ നിന്നുള്ള ഫംഗ്ഷനെ നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഈ രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ ഉള്ളിൽ day9 2.js എന്ന് പറയുന്ന ഫയലിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഫയലിനെ day9 1.js എന്ന് പറഞ്ഞ ഫയലിൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ വിളിക്കുകയാണ്. അതെങ്ങനെ വിളിക്കുന്നത് നോക്കാം. അത് തന്നെ ഇതിന് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു കീവേഡാണ് റിക്വയർ എന്ന് പറഞ്ഞത് കോമൺ ജേസിൽ. ഓക്കെ, കോൺസ്റ്റ് ഞാൻ ഡിസ്പ്ലേ നെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊടുക്കുകയാണ്. മാത്രമല്ല കേളി ബ്രേസസ് കൊടുക്കണം. എന്നിട്ട് റിക്വയർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഫംഗ്ഷനെ കൊടുക്കുകയാണ് day9 1.js. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഡിസ്പ്ലേ നെയിം ഇവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, നേരെ നമ്മൾ ഈ ഫയലിൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷനെ വിളിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. .js വിളിക്കുകയാണ്. കണ്ടോ, 2.jsൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ വിളിച്ചത്. 2.jsൻ്റെ ഉള്ളിൽ വിളിച്ച സമയത്ത് 1.jsൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേറെ രീതിയിലും ഇത് ഡിഫൈൻ ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം. മറ്റുള്ള രീതി എങ്ങനെയാണ് നോക്കാം. നമുക്ക് നേരെ ഇവിടെ വന്നിട്ട് മൊഡ്യൂൾ ഡോട്ട് എക്സ്പോർട്ട്സ് ഡോട്ട് ഡിസ്പ്ലേ നെയിം എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുക. ഇതാണ് മറ്റൊരു വേ. അപ്പോൾ ഇതിനെ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മറ്റൊരു ഫംഗ്ഷനും കൂടെ ഇതേപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കാം. മൊഡ്യൂൾ ഡോട്ട് എക്സ്പോർട്ട്സ് ഡോട്ട് ഡിസ്പ്ലേ സെൻറ്റർ ഫംഗ്ഷൻ
നമുക്ക് അനോണിമസ് ഫംഗ്ഷനായിട്ടും എഴുതാം. നെയിം കൊടുക്കാതെ തന്നെ അനോണിമസ് ഫംഗ്ഷനായിട്ട് എഴുതാം. console.log എന്നിട്ട് ഈ വേരിയബിളിനെ ഇവിടെ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഈ ഡിസ്പ്ലേ നെയിമിൻ്റെ കൂടെ തന്നെ ഡിസ്പ്ലേ ജെൻഡറും വിളിക്കുകയാണ്. ഇനി ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും റണ്ണാവും. ഓക്കെ, ഇങ്ങനെയാണ് സാധാരണ കോമൺ JS ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യുന്നത്. ഇനി നമുക്ക് ECMA മൊഡ്യൂൾസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ECMA മൊഡ്യൂൾസ് യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം, ഇത് ഡിഫോൾട്ടായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് കോമൺ JS ആണ്. അപ്പോൾ നമ്മളിത് ഒന്ന് ജസ്റ്റ് റീനെയിം ചെയ്യണം, MJS എന്നാക്കുന്നത്. ജസ്റ്റ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ECMA മൊഡ്യൂൾസ് ആണെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് 1.mjs പോയി കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈസിയാണ്. എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ മാത്രം യൂസ് ചെയ്താൽ മതി. ഇങ്ങനൊരു കീവേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യും, അതിനെ എക്സ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഫംഗ്ഷന് നെയിം കൊടുക്കണം. എന്നിട്ട് ഇതെങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഈസിയാണ്. ജസ്റ്റ് ഇമ്പോർട്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ കേളി ബ്രേസസിൻ്റെ ഉള്ളിൽ ഡിസ്പ്ലേ നെയിം ഡിസ്പ്ലേ ജെൻഡർ ഫ്രം, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലായി. ഓക്കെ, ഫ്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫയൽ ഏതാണോ ആ ഫയലിൻ്റെ നെയിം കൊടുക്കുക. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് റൺ ചെയ്യുന്ന സമയത്ത് നോഡ് day 9 2.mjs എന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇവിടെ കാണിക്കുന്നത് എക്സ്പോർട്ട് ഫംഗ്ഷൻ ഡിസ്പ്ലേ ജെൻഡർ ഡിസ്പ്ലേ നെയിം ഹാസ് ഓൾറെഡി ബീൻ ഡിക്ലെയർഡ്. ഓക്കെ, ഇവിടെ നമ്മൾ ഫംഗ്ഷൻ മാറിപ്പോയി, ജെൻഡർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് രണ്ടും കിട്ടും, ജാസ് എന്ന് പറഞ്ഞും കിട്ടും, മെയിൽ എന്ന് പറഞ്ഞും കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ECMA സ്ക്രിപ്റ്റിൽ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് മൊഡ്യൂൾ ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഡിഫോൾട്ട് ഇമ്പോർട്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഡിഫോൾട്ട് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് ഈ ഫയലിനെ വിളിക്കുന്ന സമയത്ത് ഈ ഒരു ഫംഗ്ഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. അപ്പോൾ അത് വിളിക്കാൻ വേണ്ടി നമ്മൾ ഒന്നും ചെയ്യേണ്ട, ഈ കേളി ബ്രേസസ് ഇടേണ്ട ആവശ്യമില്ല. കേളി ബ്രേസസ് ഇടാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്പ്ലേ ജെൻഡർ എന്ന് പറഞ്ഞ് വിളിക്കാം. ഓക്കെ, ഡിസ്പ്ലേ നെയിം. ഓക്കെ, ഇങ്ങനെയാണ് ഡിഫോൾട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഫംഗ്ഷനെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് നെയിം വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് ജസ്റ്റ് നെയിം എന്ന് മാത്രം, സോറി, ഷോ ജെൻഡർ എന്ന് കൊടുത്ത് നോക്കി നോക്കാം. നമ്മൾ ഏത് പേര് കൊടുത്താലും നമുക്ക് ഏത് പേരിലാണോ ഈ day2.mjs യൂസ് ചെയ്യേണ്ടത് ആ പേര് നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെ റീനെയിം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ നെയിം ആസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏത് പേരാണോ വേണ്ടത് ആ പേര് കൊടുക്കാം. ഷോ നെയിം ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. എന്നിട്ട് ഷോ നെയിം എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ്റെയോ വേരിയബിൾസിൻ്റെയൊക്കെ നെയിം റീനെയിം ചെയ്യുന്നത്, ഡിഫോൾട്ട് എക്സ്പോർട്ടിലും അല്ലാത്ത കേസിലും. ഓക്കെ, ഇതാണ് മെയിനായിട്ട് മൊഡ്യൂൾസിൽ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ മെയിനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഫ്രണ്ട് ആൻഡ് ഫ്രെയിംവർക്സിലാണ് പൊതുവേ ECMA സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്, അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ട് യൂസ് ചെയ്യുന്നത്. Node.js ഡിഫോൾട്ടായിട്ട് കോമൺ JS ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് റിക്വയർ എന്ന് പറയുന്ന കീവേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് React.js സെറ്റപ്പ് ചെയ്യാനും React.jsൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, ബൈ.